ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പാചകമായിട്ടൊന്നുമല്ല വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ വീട്ടിൽ നട്ടിട്ടുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ചെടി നട്ട് വെച്ചിട്ട് ഇപ്പോൾ അത് 6 മാസമാണ് ആയിട്ടുള്ളത്. അപ്പോൾ അതിലൊരു മുട്ട് വന്നു. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് മുട്ട് മുതൽ പൂ വരെയും പൂ മുതൽ കാ വരെയും അങ്ങനെ ഒരു 2 വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിത് ഓരോ ദിവസവും അതിനകത്ത് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അങ്ങനെ മുട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 7ാമത്തെ ദിവസമാണ്, 8 ദിവസമായിട്ടുണ്ട്. ഇതുപോലെയാണ് മുട്ട് വന്നിട്ടുള്ളത്. ആദ്യത്തെ ഒരു മുട്ട് വന്നപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു സന്തോഷമൊക്കെ ആയിരുന്നു. കാരണം ഞാൻ നട്ടിട്ട് ഒരു 6 മാസമേ ആയുള്ളൂ. ചെടി ഒത്തിരി വലുതായിട്ടില്ല. ഇത്രയേ ഉള്ളൂ. ഇത്രയും ഇതിൽ ഒരു കായ വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാനിതിന് കൊടുത്തിട്ടുള്ള വളമെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയും നമ്മുടെ വീട്ടിലുള്ള ചാമ്പലും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 11ാമത്തെ ദിവസമായപ്പോഴത്തേനും ഇത്രയായി. ഇതിപ്പോൾ 12ാമത്തെ ദിവസമാണ്. അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞു ചെടിയിൽ ആദ്യത്തെ ഒരു പൂവും മൊട്ടിങ്ങനെ വന്നപ്പോഴത്തേനും എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെടിയൊക്കെ നട്ട് കഴിഞ്ഞാൽ അത് പൂവും കായൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമില്ലേ. അപ്പോൾ അതൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. 15ാമത്തെ ദിവസമായപ്പോഴും ഒക്കെ ഇത്രയൊക്കെ വിരിയത്തക്ക രീതിയിൽ ആയിട്ടുണ്ട്. 16ാമത്തെ ദിവസമായപ്പോൾ ഇത്രയാണ് പകലായിട്ടുള്ളത്. അപ്പോൾ ഒരു സന്ധ്യാസമയത്ത് ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിരിയാൻ വേണ്ടി നിൽക്കുകയാണ്. അത് ഒരു രാത്രി ഒരു 8:30 ആയി കഴിഞ്ഞപ്പോഴത്തേന് പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നല്ല സുന്ദരമായ ഒരു അടിപൊളി പൂവ് വിരിഞ്ഞിട്ടുണ്ട്. എനിക്കൊത്തിരി സന്തോഷമായി ഇങ്ങനത്തെ നമ്മൾ ആദ്യം നട്ട പൂവൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ടിനകത്ത് ആദ്യത്തെ പൂ വന്നു. പിന്നെ പിറ്റേ ദിവസം ഞാൻ രാവിലെയാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. രാവിലെ ആ പൂവൊന്ന് ചാഞ്ഞ് പോയി. അപ്പോൾ ഇത്രയുമാണ് ഇതിലുള്ളത്. അടുത്ത വീഡിയോയുമായിട്ട് ബാക്കി വരാവേ. താങ്ക് യു.